2 പെൺകുട്ടികൾ. ഈ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ ഈ 2 കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്നു. ആസ് ഫാർ ആസ് ഇപ്പോൾ കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2 കമ്മ്യൂണിറ്റി, അത് കഴിഞ്ഞിട്ട് 2 കുട്ടികൾ, അവർ 2 കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചത്? ഒക്കെ പറഞ്ഞോട്ടെ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പേപ്പറിൻ്റെ പുറത്ത്, അച്ഛനാവുക എന്നാൽ ജീവൻ അർത്ഥമാവുകയല്ലോ എന്ന്. രശ്മി മൂത്ത കുട്ടി, അവൾ ജേർണലിസ്റ്റാണ്. അപ്പോൾ അവൾക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊക്കെ പണ്ടേ അറിയാവുന്ന കുട്ടിയാണ്, ഷംസു എന്നാ പേര്. പിന്നെ അവൾ ഇന്ത്യ ടുഡേയിൽ ചെന്നൈയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സൂര്യ ടി വിയിൽ ഷംസു ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷംസുനെ കാണാൻ പോയി വടകര ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വന്നിട്ട് ഓക്കെ. അപ്പം പിന്നെ ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, പിള്ളേർക്ക് നിർബന്ധം, ഞങ്ങളുടെ മാത്രമല്ല, ലളിതമായിട്ട് വേണം കല്യാണം. രണ്ടാമത്തെ കുട്ടിയുടെ അവൾ പിന്നെ അവളുടെ കോളേജിൽ കൂടെ പഠിച്ചൊരു പയ്യനാണ്. പിന്നെ അവർ കോഴിക്കോട്ടുകാരാണ്, പക്ഷേ ഡൽഹിയിലാണ് അച്ഛനമ്മ. അതും ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നമുക്കത് വളരെ ലളിതമായിട്ട് നടത്താമെന്നുണ്ട്, നടത്താനേ പറ്റുള്ളൂ. ഹിന്ദു കമ്മ്യൂണിറ്റി. ഹിന്ദു കമ്മ്യൂണിറ്റി. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ പിന്നെ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു മുസ്ലിം വരുന്നത്. അതിന് മുമ്പ് ഒരുപാട് ജാതികളുണ്ട് അല്ലേ. പിന്നെ ക്രിസ്ത്യൻ ഉണ്ട്, പിന്നെ എല്ലാ തരം ആൾക്കാരും. ഈ ആഘോഷങ്ങളൊക്കെ മനോഹരമായിരിക്കില്ല. ക്രിസ്മസ് ആയി, ഇപ്പം ഇതായി, ഈദായി, ഇപ്പോൾ ഓണമായി, എല്ലാ ആഘോഷങ്ങളും ഉണ്ടാവാറുണ്ടോ? അതോ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെ പലരും പല വഴിക്കൊക്കെ ആയതുകൊണ്ട് എപ്പോഴും. മറ്റത് ക്രിസ്മസിന് പിള്ളേർ അവർ കുട്ടികളാകുമ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ ഓണത്തിന് പൂവിടും, അങ്ങനെ പിന്നെ വീടുകളിൽ പോവും. അതൊക്കെ തന്നെ എല്ലാവരെയും പോലെ തന്നെ. ഒരു 2 മക്കളുടെയും ചോയ്സിൽ തെറ്റുണ്ടായിട്ടില്ല. അവരുടെ ഭർത്താക്കന്മാർ വളരെ നല്ലവരാണ്, അവരുടെ കുടുംബങ്ങളും എപ്പോഴും വിളിക്കാറൊന്നുമില്ലെങ്കിൽ പോലും നല്ല ധാരണയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. 2 മക്കളുടെയും കുടുംബങ്ങളുമായിട്ട് ആ ധാരണയുണ്ട്. ഒരു പാട്ട് കൂടെ നമുക്ക് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ കേട്ടോ, കുട്ടികളിത് അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുമ്പോൾ, ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാട്ട്. അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമാക്കണ്ട, എല്ലാവർക്കും വേണ്ടിയിട്ട്. എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടു. അച്ഛനും ഞാൻ ഒത്തിരി പറഞ്ഞു പോകും. അച്ഛനും പാർട്ടി പ്രവർത്തകരായിരുന്നല്ലോ. അപ്പോൾ അപൂർവ സമയങ്ങളിൽ ഞങ്ങൾ 3 മക്കളും, ചേച്ചി, ഞാൻ, എൻ്റെ അനിയൻ, മിക്കവാറും അച്ഛൻ പാർട്ടിയുടെ വർക്കായിട്ട് ഇങ്ങനെ ദൂരങ്ങളിലൊക്കെ ആയിരിക്കും. അച്ഛൻ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ വെക്കത്താണ് താമസിക്കുന്നതെന്ന്. മുറ്റത്ത് ഇങ്ങനെ ഒരു വലിയ പാവിരിച്ചിട്ട് അകത്തു നിന്നുള്ള കിടക്കയെല്ലാം എടുത്ത് കൊണ്ടുവന്ന് വേനൽക്കാലത്തൊക്കെ അവിടെ വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കും. നല്ല ഓർമ്മയത്. വേനൽക്കാലത്തൊക്കെ മുറ്റത്ത് കിടക്കും, ആകാശത്തേക്ക് നോക്കി. ഞങ്ങൾ 5 പേര് നടന്ന് കിടക്കും. അപ്പോൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അച്ഛനിങ്ങനെ പറയും, അമ്മ പറയും, ഞങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ പറയും. അപ്പോൾ അച്ഛനിങ്ങനെ പഴയ പാട്ടുകളൊക്കെ മൂളും. ചുമൽ ഗായകനൊന്നും അല്ലെങ്കിലും അർത്ഥം അറിഞ്ഞുകൊണ്ട് അച്ഛനിങ്ങനെ പാട്ടുകൾ മൂളും. കൺമണി നീയൻ കരം പിടിച്ചാൽ അച്ഛനിങ്ങനെ പാടും ഇങ്ങനെ കിടന്നുകൊണ്ട്. കണ്ണുകളെന്തിന് വേറെ. കുട്ടിക്കാലത്ത് മനസ്സിൽ പറഞ്ഞ പാട്ടുകൊണ്ട് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. ചിലപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മക്കളോടും ഒക്കെ പറയും, ഞാൻ പാടി കേൾപ്പിക്കാതെ. അവർക്ക് പാട്ടിഷ്ടമാണ്, പക്ഷേ ഞാൻ പാടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു അരാജകാവസ്ഥ കൊടുത്തിട്ട് അവർ പറയും വേണ്ട. അതുകൊണ്ട് അവരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് ചിരിക്കുക വരും ഇത് കേൾക്കുമ്പോൾ. കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ.
കുപ്പിത്തരിവള കിരുക്കി ഞാനീ കുപ്പിത്തരിവള കിരുക്കി ഞാനീ കൽബിൽ മുട്ടി വിളിച്ചാലോ വാർമഴവില്ലിൻ വളകളണിഞ്ഞൊരു വസന്തമെന്തെന്നറിയും ഞാൻ വസന്തമെന്തെന്നറിയും ഞാൻ. കിളിയൊച്ചയുമായി നിന്നുടെ കാതിൽ കിളിയൊച്ചയുമായി നിന്നുടെ കാതിൽ കളിച്ചിരിനാദം കേൾപ്പിച്ചാൽ സുന്ദരരാവിൽ നൃത്തം ചെയ്യും ചന്ദ്രികയെന്തെന്നറിയും ഞാൻ വെൺചന്ദ്രികയെന്തെന്നറിയും ഞാൻ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ പെയർ, കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, നമ്മൾ നല്ലവണ്ണം അത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇൻഫോർമൽ ഒരു ഇതായിട്ട് നമുക്ക് ഇന്റർവ്യൂ. ശൈല ആദ്യം പഠിച്ചാണ് വന്നത്. ആണ്. ഇപ്പൊ എന്തായാലും മടി മാറിയില്ല. ഇനിയിപ്പോ സ്മൃതി മുദ്രകളിൽ വീണ്ടും ഒരു ക്ഷണമുണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ പാട്ടുകളൊക്കെ പഠിച്ച് നേരത്തെ പറഞ്ഞ ആ വേദനയൊക്കെ ഒന്ന് തയ്യാറാക്കി. വളരെ സന്തോഷം സർ. താങ്ക്സ്.